നിന്നിലേക്ക് ഭാഗം 92. പോലീസ് വന്ന് കയ്യിൽ വിലങ്ങ് വെക്കുന്ന സമയത്ത് കിരണിന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നില്ല. താൻ ചെയ്തത് തന്നെയാണ് ശരിയെന്ന് അവന്റെ മനസ്സ് അപ്പോഴും പറയുന്നുണ്ടായിരുന്നു. എങ്കിലും വീൽചെയറിലിരുന്ന് തന്നെ നോക്കുന്ന അമ്മയെ കാണവേ അവന്റെ നെഞ്ചു പിടച്ചു. ഇനി എന്റെ അമ്മയ്ക്കാരാ? ആ ചിന്തയിൽ അതുവരെ പിടിച്ചു വെച്ച അവന്റെ കണ്ണുനീർ കവിളിനെ നനച്ചുകൊണ്ട് പുറത്തേക്ക് ഒഴുകിയിരുന്നു. ചുറ്റും കൂടി നിന്ന എല്ലാവരിലും ആ അമ്മയും മകനും ഒരു നോവായി മാറി. തന്റെ വിലങ്ങിട്ട കൈയിലേക്ക് കിരണൊന്ന് നോക്കി. വണ്ടിയിലേക്ക് കയറ്, കൂട്ടത്തിൽ ഒരു പോലീസുകാരൻ പറഞ്ഞു. സാർ, എനിക്ക് എല്ലാവരോടൊന്ന് സംസാരിക്കണമായിരുന്നു, അവൻ പറഞ്ഞു. വേഗം വേണം, ആ പോലീസുകാരൻ ഗൗരവത്തിൽ പറഞ്ഞു. അവൻ മൂളി. ആദ്യം അവൻ പോയത് അവന്റെ അമ്മയുടെ അടുത്തേക്കാണ്. മോനെ കിരൺ, ഭാരതി പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവനെ വിളിച്ചു. കിരൺ നിലത്തേക്കിരുന്ന് അവരുടെ മടിയിലേക്ക് തല വെച്ചു. വിറയ്ക്കുന്ന കൈകൾ പതിയെ ഉയർത്തി ഭാരതി അവന്റെ തലമുടിയിൽ തഴുകി. ഞാൻ ചെയ്തത് തെറ്റാണോ അമ്മേ? അവൻ കണ്ണു നിറച്ചുകൊണ്ട് അവരുടെ മുഖത്തേക്ക് നോക്കി. അല്ല, അയാളുടെ വിധി സ്വന്തം മകന്റെ കൈകൊണ്ട് തീരാനായിരുന്നിരിക്കും, നിർവികാരമായ മുഖത്തോടെ ഭാരതി പറഞ്ഞു. കിരൺ അമ്മയെ കണ്ണു നിറച്ചു നോക്കി. എൻ്റെ അമ്മയ്ക്കിനി ആരുമില്ലല്ലോ, അവൻ ഇടറുന്ന സ്വരത്തോടെ ചോദിച്ചു. ഭാരതി പൊട്ടിക്കരഞ്ഞുപോയി. കരയില്ലമ്മേ, അവനും തേങ്ങി. പതിയെ ഭാരതിയുടെ അരികിൽ നിന്നും അവൻ എഴുന്നേറ്റു. ഭാരതി അവന്റെ നെറ്റിയിൽ ചുണ്ടമർത്തി. തന്നെ നോക്കി നിൽക്കുന്ന സാഗറിന്റെ മുന്നിലേക്ക് ചെല്ലുമ്പോഴേക്കും കിരണിന്റെ കണ്ണുനീർ കാഴ്ചയെ മറച്ചിരുന്നു. സാഗർ അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കി. ക്ഷമിക്കണം, അതല്ലാതെ എന്താ പറയേണ്ടെന്ന് അറിയില്ല എനിക്ക്. നഷ്ടങ്ങൾ മുഴുവൻ നിങ്ങൾക്കായിരുന്നു. നിങ്ങളുടെ മകളില്ലാതാക്കിയ ഒരു നീചനായ ഏട്ടൻ്റെ അച്ഛൻ്റെ ബാക്കിയായി പോയി ഞാനും. അവന്റെ ശബ്ദമിടറി. സാഗർ അവന്റെ തോളിൽ കൈയമർത്തി. അല്ലാതെ അയാൾക്കൊന്നും പറയാനുണ്ടായിരുന്നില്ല. അത്രത്തോളം മനസ്സ് തകർന്നു നിൽക്കുകയാണ്. എൻ്റെ കൊച്ച്. ആ പിതാവിൻ്റെ മനം ഏഞ്ചലിനെ ഓർത്ത് തേങ്ങി. പക്ഷെ അവൾ അവർക്ക് അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. ഏഞ്ചൽ. പകയോടെ അവളുടെ കണ്ണുകൾ അപ്പോഴും സ്ട്രെച്ചറിലും മറ്റു കവറുകളിലുമായി വെച്ചിരിക്കുന്ന വാസുദേവന്റെ ശരീരഭാഗങ്ങളിലായിരുന്നു. ഇത്രയും കാലം ശാന്തി കിട്ടാതെ ആ ആത്മാവ് അലഞ്ഞു നടന്നത് ഇങ്ങനെ ഒരു കാഴ്ച കാണുവാൻ വേണ്ടിയായിരുന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട്. തൻ്റെ ജീവിതം മൊത്തത്തിൽ തകർത്തെറിഞ്ഞ വാസുദേവനെ മരണത്തിലും പകതീരാതെ ആ പെണ്ണ് നോക്കി നിൽക്കുകയാണ്. അവൾക്ക് മാപ്പ് പറയാനുണ്ടായിരുന്നത് കിരണിനോട് മാത്രമാണ്. അവനെ മനസ്സിലാക്കാതെ പോയതിൽ, അവനോട് അകൽച്ച കാണിച്ചതിൽ. അങ്ങനെ കിരൺ അവൾക്കുള്ളിലും ഒരു വേദനയായി മാറിയിരുന്നു. പക്ഷെ മിത്രയെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് വാസുദേവന്റെ വെട്ടിക്കൂട്ടിയ ശരീരത്തിലേക്ക് നോക്കി നിൽക്കുന്ന ശിവയെ കണ്ടതും ഏഞ്ചലിന്റെ ചുണ്ടിൽ ഒരു ചിരി മിന്നി. അതുവരെ ഉള്ളിൽ തോന്നിയ നോവ് മാറിയതുപോലെ അവളൊരു പുഞ്ചിരിയോടെ ശിവയെയും കിരണിനെയും നോക്കി നിന്നു. കിരൺ സാഗറിന്റെ അടുത്തു നിന്നും അല്പം നീങ്ങി നിൽക്കുന്ന ശിവയെ നോക്കി അവന്റെ അടുത്തേക്കാണ് അടുത്തതായി പോയത്. മിത്ര അവന്റെ നെഞ്ചോട് ചേർന്ന് നിന്ന് കരയുന്നുണ്ട്. ഒരാളുടെ ജീവൻ മുന്നിൽ നിന്ന് ഇല്ലാതാകുന്നത് കണ്ട കാഴ്ചയുടെ ഞെട്ടലാണ് അവളിൽ. ഒപ്പം തന്നെ വാസുദേവൻ തീർന്നല്ലോ എന്ന സന്തോഷവും. കിരൺ ശിവയുടെ അടുത്തേക്ക് വന്നതും മിത്ര ശിവയിൽ നിന്നും അകന്നു നിന്ന് അവനെ നോക്കി. കിരൺ അവളെ നോക്കി പുഞ്ചിരിച്ചു. സോറി, എനിക്കൊന്നും അറിയില്ലായിരുന്നു. മിത്രയോടും തെറ്റ് ചെയ്തു പോയി ഞാൻ. ഈ സത്യങ്ങളൊന്നും അറിഞ്ഞില്ലായിരുന്നെങ്കിൽ ശിവയോടുള്ള പകയിൽ കൊന്നു കളയായിരുന്നു തന്നെ ഞാൻ, കിരൺ സങ്കടത്തോടെ പറഞ്ഞു. ശിവയുടെ ജീവന്റെ അവസാന തുടിപ്പ് ശരീരത്തിൽ നിന്ന് അകന്നു പോവാതെ ഒരിക്കലും നിനക്കെൻ്റെ സ്ത്രീയെ തൊടാൻ കഴിയില്ലായിരുന്നു കിരൺ. കിരൺ പറഞ്ഞത് കേട്ട ഉടനെ ഗൗരവത്തോടെ ശിവ പറഞ്ഞു. കിരൺ ഒന്ന് പുഞ്ചിരിച്ചു. ശരിയാണ്, അത് എനിക്ക് പറയാം. അവൻ സങ്കടത്തോടെ ഒന്ന് പുഞ്ചിരിച്ചു. നിന്നോട് ഞാൻ എന്താ പറയേണ്ടത് ശിവ? അറിയില്ല. വരുൺ, അവൻ കാരണം നിന്റെ കുടുംബം തന്നെ ഇല്ലാതായി. നീ ജയിലിലുമായി. എന്നിട്ടും ഉള്ളിലെ പക തീരാതെ അവിടെ നിന്നെ ഞാൻ വെറുതെ വിട്ടില്ല. നീ പറഞ്ഞതുപോലെ കിരൺ ഒരു വിഡ്ഢിയായിരുന്നു ശിവ. കിരണിന്റെ കണ്ണുകൾ കലങ്ങി. ശിവ അവനെ ഒന്ന് നോക്കി. തെറ്റ് പറ്റാത്തവരായി ആരും ഈ ഭൂമിയിലില്ല. പക്ഷേ ഒരിക്കലും ക്ഷമിക്കാൻ കഴിയാത്ത തെറ്റുകൾ ചെയ്തവരാ വാസുദേവനും വരുണും. അവർക്കുള്ള ശിക്ഷ മരണം തന്നെയായിരുന്നു. പക്ഷേ വാസുദേവനെ എൻ്റെ കൈകൊണ്ട് തീർക്കാനായിരുന്നു ഞാൻ ആഗ്രഹിച്ചത്. ശിവ പല്ല് കടിച്ചു. അങ്ങനെയല്ല ശിവ, അയാളെ കൊല്ലാനുള്ള നിയോഗം എനിക്കായിരുന്നു. ഇത്രയും കാലം അയാളുടെ പാവയായിരുന്നു ഞാൻ. അങ്ങനെ ആക്കി എന്നെ അയാൾ. അതിനുള്ള ശിക്ഷ. പിന്നെ എൻ്റെ അമ്മ, നിന്റെ ഏഞ്ചൽ, അങ്ങനെ എല്ലാവരെയും തകർത്ത അയാളെ കൊല്ലേണ്ടവൻ ഞാൻ തന്നെയായിരുന്നു. അതിലെനിക്കിപ്പോഴും ഒരു സങ്കടവുമില്ല. വേദന തോന്നുന്നത് എൻ്റെ അമ്മയെക്കുറിച്ച് ഓർത്ത് മാത്രമാണ്. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ശിവ അവൻ്റെ തോളിൽ കൈവച്ചു. കിരൺ അവനെ മുഖമുയർത്തി നോക്കി. നിന്റെ അമ്മയെക്കുറിച്ച് ഓർത്ത് നീ സങ്കടപ്പെടരുത് കിരൺ. എൻ്റെ ഏഞ്ചലിനൊരു തണലായി നിൽക്കാൻ കുറച്ചെങ്കിലും കഴിഞ്ഞിട്ടുള്ളത് നിന്റെ അമ്മയ്ക്ക് മാത്രമാണ്.
അങ്ങനെയുള്ള നിന്റെ അമ്മ ഒരിക്കലും തനിച്ചാവില്ല. അത് ഈ ശിവദത്ത നിനക്ക് തരുന്ന വാക്കാ. ശിവ ഗൗരവത്തോടെ പറഞ്ഞു നിർത്തി. ആ വാക്കുകളിലെ ഉറപ്പിൽ കിരൺ തേങ്ങിപ്പോയി. വിലങ്ങണീച്ച കൈകൾ ഉയർത്തി കിരൺ ശിവയുടെ കൈകൾ കൂട്ടിപ്പിടിച്ച് അതിലേക്ക് അവന്റെ മുഖം അമർത്തി വെച്ചു. കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. കരയരുത്, നിന്റെ അമ്മയ്ക്ക് നിന്നെ വേണം. അതുകൊണ്ട് അധികനാൾ അകത്ത് കിടക്കേണ്ടി വരില്ല നിനക്ക്. ശിവയാ പറയുന്നത്. ശിവ അവനെ നോക്കാതെയാണ് അത് പറഞ്ഞത്. വേണ്ട ശിവ, ജയിലിൽ കിടക്കാൻ ഞാൻ ഒരുക്കാ. സന്തോഷത്തോടെ തന്നെ പോവും ഞാൻ, കിരൺ പറഞ്ഞു. ശിവ മറുപടി പറയാതെ അവന്റെ പുറത്തൊന്ന് തട്ടിയതേയുള്ളൂ. എടാ വാ പോവാ. പെട്ടെന്നൊരു പോലീസുകാരൻ കിരണിന് നേരെ ശബ്ദമുയർത്തി. എന്താ വരുന്നു സാർ, കിരൺ പറഞ്ഞു. അവൻ മിഥുവിന്റെ നെഞ്ചോട് ചേർന്ന് നിൽക്കുന്ന ഐശുവിനെ നോക്കി അവർക്കടുത്തേക്ക് വന്നു. ഐശു മിഥുന്റെ നെഞ്ചിൽ നിന്ന് മുഖമുയർത്തി കലങ്ങിയ കണ്ണുകളോടെ കിരണിനെ നോക്കി. കിരണിന്റെ കണ്ണുകളിൽ അപ്പോഴും തന്നോടുള്ള പ്രണയം നിറഞ്ഞു നിൽക്കുന്നത് അവളെ അസ്വസ്ഥതപ്പെടുത്തി. മിഥു പെട്ടെന്ന് അവളുടെ തോളിലൂടെ കൈയിട്ട് അവളെ ചേർത്തു പിടിച്ചു. എന്റേതാണെന്ന് പറയുന്നത് പോലെ. ഐശുവിന്റെ നെഞ്ചിൽ ഒരു തണുപ്പ് പടർന്നു. മിഥു ചേർത്ത് പിടിച്ച ഐശുവിനെ കണ്ട് ഉള്ളൊന്ന് പിടഞ്ഞെങ്കിലും കിരൺ ഇരുവരെയും നോക്കി ചിരിച്ചു. ഐശു, ആദ്യമായിട്ട് കണ്ടപ്പോഴേ ഇഷ്ടം തോന്നിപ്പോയി. നിന്നോടത് പറയാൻ വൈകിപ്പോയി. ഇല്ലെങ്കിൽ എനിക്ക് കിട്ടുമായിരുന്നു അല്ലേ നിന്നെ, കിരൺ സങ്കടത്തോടെ ചോദിച്ചു. ഐശു അവനെ നോക്കി പുഞ്ചിരിച്ചു. മിഥുവേട്ടനോടുള്ള ഐശുവിന്റെ പ്രണയത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് കിരണേട്ടാ. ഈ ജന്മം എനിക്ക് കിട്ടില്ല എന്ന് കരുതിയിട്ടും കർത്താവ് എനിക്ക് തന്നെ തന്നതാ. ഇനി ഈ ഒരാളെ ജന്മം ഐശുവിന് കിട്ടില്ലായിരുന്നെങ്കിലും മറ്റൊരാൾ ആ സ്ഥാനത്തേക്ക് വരില്ലായിരുന്നു കിരണേട്ടാ. എന്തിനെന്ന് പോലും അറിയാതെ വെറുതെ കാത്തിരുന്നേനെ ഐശു, അവൾ തേങ്ങിക്കൊണ്ട് പറഞ്ഞു നിർത്തി. ഐശു, മിഥു അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ച് വരിഞ്ഞു മുറുക്കി. അവളുടെ നെറ്റിയിൽ അവൻ്റെ ചുണ്ടുകൾ പതിഞ്ഞു. അത് കണ്ട് കിരൺ ഒന്ന് ചിരിച്ചു. സന്തോഷായിട്ടിരിക്കട്ടെ എന്നും. നീ കാത്തിരുന്നതുപോലെ ഞാനും കാത്തിരിക്കട്ടെ ഐശു, അടുത്ത ജന്മത്തിലേക്ക് വേണ്ടിയെങ്കിലും, ഒരു പ്രതീക്ഷ പോലെ കിരൺ ചോദിച്ചു. ഇനിയും എത്ര ജന്മമുണ്ടെങ്കിലും എനിക്കെൻ്റെ മിഥുവേട്ടനെ മതി കിരണേട്ടാ, അവളും പറഞ്ഞു. കിരൺ അവളെ നോക്കി വേദനയോടെ ചിരിച്ചു. ചെയ്തു കൂട്ടിയ തെറ്റുകൾക്കെല്ലാം മാപ്പ്. രണ്ടുപേരും എന്നും സന്തോഷമായിട്ടിരിക്കണം. അവൻ മിഥുവിൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു. മിഥു പുഞ്ചിരിച്ചു. പതിയെ കിരണിനെയും കൊണ്ട് പോലീസ് ജീപ്പ് അവിടെ നിന്ന് മുന്നോട്ട് പോയി. ഭാരതി പൊട്ടി കരഞ്ഞു. കണ്ടുനിന്ന എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞുപോയി. പക്ഷേ ശിവയുടെ നോട്ടം അപ്പോഴും വാസുദേവന്റെ ജീവനില്ലാത്ത ശരീരഭാഗങ്ങളിലായിരുന്നു. അവൻ ആ സ്ട്രെച്ചറിൻ്റെ അടുത്തേക്ക് തന്നെ നോക്കി. വേറെ ആര് കണ്ടില്ലെങ്കിലും ശിവയ്ക്ക് അവിടെ തൻ്റെ ഏഞ്ചലിനെ കാണുന്നുണ്ടായിരുന്നു. വെള്ള ഉടുപ്പിട്ട് പേരുപോലെ തന്നെ ഒരു മാലാഖയായി തൻ്റെ അനിയത്തി. ശിവയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഏഞ്ചൽ, അവൻ പതിയെ വിളിച്ചു. ഏഞ്ചൽ അവനെ നോക്കി പുഞ്ചിരിച്ചു. അവളുടെ ആത്മാവിന് മോക്ഷം കിട്ടിയിരിക്കുന്നു. ഏട്ടാ, അവളെ വിളിച്ചത് ശിവ കേട്ടു. അവൻ്റെ ചുണ്ടുകൾ വിതുമ്പി. പെട്ടെന്നൊരു കാറ്റ് വീശി. ആ കാറ്റിൻ്റെ കൂടെ ഒരു പുഞ്ചിരിയോടെ ഏഞ്ചലും മാഞ്ഞുപോയി. ശിവയുടെ കണ്ണുകൾ കടലായി മാറിയ നിമിഷം. പക്ഷേ ഏഞ്ചലിൻ്റെ ആത്മാവിപ്പോൾ സന്തോഷത്തിലാണെന്നുള്ള ആശ്വാസം. എങ്കിലും ആ ഏട്ടന് തൻ്റെ അനിയത്തിയെന്നും ഒരു വേദന തന്നെയാണ്. ദിവസങ്ങൾ പതിയെ മുന്നോട്ടു പോയി. ഇതിനിടയിൽ ടെക്സ്റ്റൈൽസിൽ വെച്ച് ശിവ ഒരുത്തൻ്റെ ജീവനെടുത്തത് കാരണം ശിവയെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അതിനുശേഷമുണ്ടായ സംഘട്ടനത്തിലും അവൻ്റെ കൈകൾ കൊണ്ട് ഒരുപാട് പേരുടെ ജീവൻ നഷ്ടമായിരുന്നു. പ്രശ്നം വലുതാകും മുന്നേ കാശി പെട്ടെന്ന് തന്നെ നാട്ടിലേക്ക് വിളിച്ച് തോമസിനോട് വിവരം പറഞ്ഞു. അയാളുടെ സ്വാധീനവും സാഗറിൻ്റെ പണവും കൊണ്ട് ഇത്തവണ ശിവ പെട്ടെന്ന് തന്നെ കേസിൽ നിന്ന് തലയൂരി. ജയിലിൽ കിടക്കേണ്ടി വന്നാലും അവനതൊരു പ്രശ്നമായിരുന്നില്ലെങ്കിലും മിത്രയുടെ നിറകണ്ണുകൾ കാണവേ എത്രയും പെട്ടെന്ന് തന്നെ കേസിൽ നിന്ന് തലയൂരണമെന്ന് ശിവയും തീരുമാനിച്ചിരുന്നു. ഐശുവിൻ്റെയും മിഥുവിൻ്റെയും വിവാഹത്തിന് 2 ദിവസം ബാക്കി നിൽക്കെ ശിവ ജാമ്യത്തിലിറങ്ങി. കിരണിനെയും പുറത്തിറക്കാനുള്ള ശ്രമങ്ങളെല്ലാം ഇതിനിടയിൽ നടന്നെങ്കിലും അതിനിടയിൽ തന്നെ കിരൺ പോലീസിനോടും കോടതിയോടും തൻ്റെ തെറ്റ് ഏറ്റുപറഞ്ഞു. അതുകൊണ്ട് തന്നെ അവനെ നേരെ ജയിലിലേക്ക് കൊണ്ടുപോയി. ടെക്സ്റ്റൈൽസിൽ വെച്ച് വിച്ചുവിന് തലയ്ക്ക് അടികിട്ടിയത് കൊണ്ട് തന്നെ അവൻ്റെ തലയ്ക്ക് പരിക്ക് പറ്റി അവൻ ഹോസ്പിറ്റലിലായിരുന്നു. ഇപ്പോൾ അവനും ഓക്കെയായി പാലക്കലിലുണ്ട്. ഭാരതി എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങാത്തത് കൊണ്ട് തന്നെ ശിവയും സാഗറും ചേർന്ന് അവരെ ഒരു ആയുർവേദ വൈദ്യമഠത്തിലാക്കിയിരിക്കുകയാണ്. അവിടെ താമസിച്ചു കൊണ്ടുള്ള ചികിത്സാ രീതിയാണ്. കൂടെ മറ്റാരെ നിൽക്കാൻ സമ്മതിക്കില്ല. ഭാരതി ഉറപ്പായും എഴുന്നേറ്റ് നടക്കുമെന്ന് തന്നെയാണ് വൈദ്യർ വാക്ക് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭാരതിയെ അവിടെയാക്കി ശിവയ്ക്ക് തിരികെ പോരേണ്ടി വന്നു. അവിടെ നിന്ന് തിരികെ പോരും മുന്നേ കിരണിനെ കഴിയുന്നതിലും പെട്ടെന്ന് തന്നെ പുറത്തിറക്കുമെന്ന് ശിവ അവർക്ക് വാക്ക് നൽകി. ഭാരതി നിറകണ്ണുകളോടെ അവനെ നോക്കി തലയാട്ടി. അങ്ങനെ കാറും കോളും ഒഴിഞ്ഞ തെളിഞ്ഞ ആകാശം പോലെ എല്ലാവരുടെയും മനസ്സ് ശാന്തമായി.
പതിയെ പാലക്കൽ വീട് ഐശുവിന്റെ വിവാഹത്തിനായി ഒരുങ്ങി. ഇന്നാണ് ഐശുവിന്റെയും മിഥുവിന്റെയും വിവാഹം. രാവിലെ നേരത്തെ എഴുന്നേറ്റ് ഐശുവും ഇത്രയും ഭദ്രയും വിദ്യയും കൂടി അവിടെ അടുത്തുള്ള ഒരു ക്ഷേത്രത്തിലേക്ക് പോയി. മിഥുവിനോടൊപ്പം ഒരു നല്ല ജീവിതത്തിനായി ഐശു ഈശ്വരന്മാരോട് പ്രാർത്ഥിച്ചു. അവർക്ക് പിറകെ തന്നെ ഫോട്ടോഗ്രാഫർ ചേട്ടനും വീഡിയോഗ്രാഫറും വന്നതോടുകൂടി ക്ഷേത്രത്തിൽ വെച്ച് തന്നെ ഐശുവിൻ്റെ പലതരത്തിലുള്ള ഫോട്ടോസ് എടുത്തു. അങ്ങനെ രാവിലെ തന്നെ ഫോട്ടോഗ്രാഫേഴ്സ് അവരുടെ ജോലി തുടങ്ങി. തിരികെ വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും സമയം 7:30 ഐശുവിൻ്റെ ബ്യൂട്ടീഷ്യൻ വന്ന് വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് നേരം കുറച്ചായി. അവർക്കൊപ്പം തന്നെ അവരുടെ അസിസ്റ്റൻറ്റും ഉണ്ട്. അവൾ വേഗം അവർക്കൊപ്പം അവളുടെ റൂമിലേക്ക് പോയി. മിത്രയ്ക്കും ഭദ്രയ്ക്കും വിദ്യയ്ക്കും കൂടി വേണ്ടി ശിവ ഒരു ബ്യൂട്ടീഷ്യനെ കൂടി ഏൽപ്പിച്ചിരുന്നു. അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നും തനിയെ റെഡിയായിക്കോളാമെന്നും മിത്ര പറഞ്ഞെങ്കിലും ശിവ അതൊന്നും കേട്ടതായി ഭാവിച്ചില്ല. ഒടുവിൽ അവൻ്റെ ഇഷ്ടം പോലെ ആവട്ടെ എന്ന് കരുതി മിത്രയും മൗനാനുവാദം നൽകി. ബ്യൂട്ടീഷ്യൻ്റെ കൂടെ 3 കൂടെ മിത്രയുടെ റൂമിലേക്ക് പോയിട്ടുണ്ട്. ശിവയും സാഗറും ഗോവിന്ദനുമെല്ലാം താലികെട്ട് നടത്താൻ തീരുമാനിച്ചിരിക്കുന്ന കൺവെൻഷൻ സെന്ററിലേക്ക് പോയിരിക്കുകയാണ്. ചെറിയ രീതിയിൽ മതി വിവാഹമെന്ന് ഐശുവും ഇതുവും പറഞ്ഞെങ്കിലും അത്യാവശ്യം ഫ്രണ്ട്സിനെയും ഓഫീസ് സ്റ്റാഫിനെയും ബിസിനസ് കോൺട്രാക്ടേഴ്സിനെയും എല്ലാം ക്ഷണിച്ചപ്പോഴേക്കും ആളുകൾ ഒരുപാടായിരുന്നു. അവിടെ വരുന്ന ഗസ്റ്റിനെയെല്ലാം സ്വീകരിച്ചിരുത്തിയ ശേഷം ഐശു റെഡിയായി കഴിഞ്ഞാൽ വീട്ടിലേക്ക് വന്ന് കാശിയെയും വിച്ചുവിനെയും മറ്റുള്ളവരെയും മണ്ഡപത്തിലേക്ക് പറഞ്ഞുവിടാനാണ് ശിവയുടെ പ്ലാൻ. ഐശു റെഡിയായി കഴിഞ്ഞു എന്ന് മിത്രയാണ് ശിവയെ വിളിച്ചു പറഞ്ഞത്. അവൻ സാഗറിനെയും ഗോവിന്ദനെയും കൂട്ടി പെട്ടെന്ന് തന്നെ പാലക്കലിലേക്ക് വന്നു. അകത്തേക്ക് കയറി വന്ന ശിവയുടെ കണ്ണുകൾ മുന്നിൽ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന ഐശുവിൻ്റെ മേൽ പതിച്ചു. അവൻ്റെ കണ്ണുകൾ വല്ലാതെ വിടർന്നുപോയി. ഒരിക്കൽ ഇതേ വേഷത്തിൽ ഒരുങ്ങി നിന്ന ഏഞ്ചലിനെ അവൻ അപ്പോൾ എന്ന പോലെ മുന്നിൽ കണ്ടു. ഒരേ മുഖമുള്ള സഹോദരിമാർ. തനിക്ക് അവരെ രണ്ടുപേരെയും പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കുമെങ്കിലും മുന്നിൽ നിൽക്കുന്നത് ഏഞ്ചലാണോ എന്ന് ഒരു വേള ശിവയ്ക്ക് തോന്നിപ്പോയി. മോനെ, എന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞ്? അകത്തേക്ക് കയറി വാ, ദക്ഷിണ കൊടുക്കാൻ സമയമായി, പാറു ശിവയോട് വിളിച്ചു പറഞ്ഞു. ശിവ പെട്ടെന്ന് നിറഞ്ഞ കണ്ണുകൾ തുടച്ചു നീക്കി ഐശുവിൻ്റെ അടുത്തേക്ക് വന്നു. ഒരു പീകോക്ക് ബ്ലൂ കളർ കാഞ്ചീപുരം പട്ടുസാരിയാണ് ഐശുവിൻ്റെ വേഷം. മിതമായ അളവിൽ ആഭരണങ്ങൾ അണിഞ്ഞിട്ടുണ്ട്. അതിനൊത്ത മേക്കപ്പ് കൂടി ആയതും ഐശു ഒന്നുകൂടി സുന്ദരിയായി. അവൾ ശിവയെ നോക്കി മനോഹരമായി പുഞ്ചിരിച്ചു. സുന്ദരിയായിട്ടുണ്ടല്ലോ ഏട്ടൻ്റെ കുട്ടി, ശിവ ഐശുവിൻ്റെ കവിളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു. ഐശു അവൻ്റെ നെഞ്ചിലേക്ക് ചാരി നിന്ന് അവനെ ചുറ്റിപ്പിടിച്ചു. അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. എന്തിനാ കണ്ണ് നിറഞ്ഞിരിക്കുന്നേ? അവൻ വാത്സല്യത്തോടെ ചോദിച്ചു. കുറച്ച് സമയം കൂടിയല്ലേ ഞാൻ ഏട്ടൻ്റെ കൂടെ കാണൂ, അവൾ സങ്കടത്തോടെ പറഞ്ഞു. എന്നാര് പറഞ്ഞു? ദേ, നിന്നെ ദൂരെ എവിടേക്കല്ലല്ലോ കൊണ്ടുപോകുന്നേ, ഈ വീടിൻ്റെ അപ്പുറത്തോട്ടല്ലേ. പിന്നെ എന്തിനാടി പെണ്ണേ സങ്കടം? എപ്പോൾ വേണമെങ്കിലും നിനക്ക് എന്നെ കാണാലോ, അവൻ പറഞ്ഞു. ഐശു പുഞ്ചിരിച്ചു. അതേ, മതി മതി സംസാരമൊക്കെ, ദക്ഷിണ കൊടുക്ക. വന്നേ ഐശു, പാറു ധൃതി കൂട്ടി. ഒരു ചുവന്ന നിറത്തിലുള്ള പട്ടുസാരിയാണ് പാറുവിൻ്റെ വേഷം. ആ വേഷത്തിൽ അവരെ കണ്ട് കണ്ണുമെക്കാതെ നോക്കുന്ന സാഗറിനെ കണ്ട് പാറു അയാളെ കൂർപ്പിച്ചു നോക്കി. സാഗർ പാറുവിനെ നോക്കി കണ്ണിറുക്കി. അവർ ചിരിയോടെ അയാളിൽ നിന്നും നോട്ടം മാറ്റി. അതേ, പല്ലുകൊഴിഞ്ഞ സിംഹം, ഇത്രയും വയസ്സായില്ല മനുഷ്യ, ഇനിയെങ്കിലും ഈ പഞ്ചാര ഒന്ന് കുറച്ചൂടെ? ഊറ്റിയെടുക്കാണല്ലോ രക്തം, സാഗറിൻ്റെ ചെവിക്കടുത്തേക്ക് വന്ന് കുറുമ്പോടെ ഭദ്ര പറഞ്ഞു. സാഗർ അവളെ തറപ്പിച്ചൊന്ന് നോക്കി. ആരടി പല്ലു ഒഴിഞ്ഞ സിംഹം? നിനക്കൊക്കെ എന്നെക്കുറിച്ച് എന്തറിയാം? ഞാനേ ഇപ്പോഴും യങ്ങാ, അയാൾ ഭദ്രയെ പുച്ഛിച്ചു. കണ്ടാലും പറയും. ഭദ്രയ്ക്ക് അതിനേക്കാൾ പുച്ഛം. എവിടെയാ വിഷ്ണു? അവൻ പോയോ? ഇല്ലെങ്കിൽ ഈ ജന്തുവിനെ കൂടി കൊണ്ടുപോകാൻ പറ, അല്ലെങ്കിൽ നല്ലൊരു ദിവസമായിട്ട് ഈ പെണ്ണ് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും, സാഗർ ശിവയെയും മറ്റുള്ളവരെയും നോക്കി പറഞ്ഞു. അയ്യോ, ഒന്നും ചെയ്യല്ലെൻ്റെ പപ്പ, ഞാൻ ഇപ്പം അതിനെ കൊണ്ട് പൊക്കോളാം, ആളുകൾക്കിടയിൽ നിന്നും തിരക്കി അകത്തേക്ക് കയറി വിച്ചു പറഞ്ഞു. ഞാനില്ല, വിച്ചേട്ടൻ കാശേട്ടൻ്റെ കൂടെ പോയില്ല, അപ്പോൾ ഞാനെന്തായാലും മിത്രയുടെ കൂടെ വരൂ മണ്ഡപത്തിലേക്ക്, ഭദ്ര മുഖം വീർപ്പിച്ചു. എന്നാ നാക്കൊതുക്കി അവിടെ മിണ്ടാതെ നിൽക്ക് ഭദ്രേ നീ, വിച്ചു കെഞ്ചി. അവൾ ചുണ്ടുകൊട്ടി. ശിവയും ബാക്കിയുള്ളവരും ചിരിച്ചുപോയി. സാഗർ മുഖം വീർപ്പിച്ച് അവളെ നോക്കി. ഭദ്ര സാഗറിൻ്റെ പുറത്ത് ചുരണ്ടി. എന്നാടി? അയാൾ ഗൗരവത്തോടെ ചോദിച്ചു. അതെ, ഞാൻ വെറുതെ പറഞ്ഞതാ ചെറുപ്പക്കാരാ, പപ്പയെ കണ്ടറിഞ്ഞൂടെ ചുള്ളനാന്ന്. സത്യം പറഞ്ഞാ ഇത്രയും വലിയ മക്കളുടെ തന്തയാണെന്ന്, സോറി അച്ഛനാണെന്ന് കണ്ടാൽ പറയില്ല, അവൾ ഇളിച്ചു. സാഗറിൻ്റെ മുഖം ഒന്ന് തെളിഞ്ഞു. ആ, അത് നീ പറഞ്ഞില്ലെങ്കിൽ എനിക്കറിയാം. അയാൾ ജുബയുടെ കോളർ ഒന്ന് കൈകൊണ്ടുയർത്തി. പാവം, കള്ളം പറഞ്ഞാലും വിശ്വസിക്കും, അവൾ പതിയെ പറഞ്ഞു. എന്നാടി? അയാൾ പുരികമുയർത്തി. അല്ല, പപ്പയുടെ സൗന്ദര്യം മക്കൾക്കൊന്നും കിട്ടിയിട്ടില്ല എന്ന് പറയായിരുന്നു, ഭദ്ര കുറുമ്പോടെ പറഞ്ഞു.
കൂടുതൽ ഊതാതെ അങ്ങോട്ട് മാറി നിൽക്ക് സാത്താനെ. ഇല്ലേ വാങ്ങിക്കും നീ. അയാൾ പല്ല് കടിച്ചു. ഭദ്ര പെട്ടെന്ന് നീങ്ങി നിന്നു. ബുദ്ധിയില്ലാത്ത മനുഷ്യനാ, എങ്ങാനും പറഞ്ഞതുപോലെ ചെയ്താലോ. ഹാ, അവൾ നെടുവീർപ്പിട്ടു. ഐഷു സാഗറിന്റെ കയ്യിലേക്ക് ദക്ഷിണ കൊടുത്ത് അയാളുടെ കാലിലേക്ക് വീണ് അനുഗ്രഹം വാങ്ങിച്ചു. അയാൾ അവളുടെ തലയിൽ തൊട്ട് അനുഗ്രഹിച്ച് അവളുടെ ഷോൾഡറിൽ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ഇതെല്ലാം ഫോട്ടോഗ്രാഫേഴ്സ് ക്യാമറയിൽ പകർത്തുന്നുണ്ട്. ഐഷു കണ്ണു നിറച്ച് സാഗറിനെ നോക്കി. എന്നും നന്നായി വരും എൻ്റെ കൊച്ച്, അയാൾ കണ്ണു നിറച്ചുകൊണ്ട് പറഞ്ഞു. പാറുവിൻ്റെയും കണ്ണുകൾ നിറഞ്ഞുപോയി. അടുത്തതായി ഐഷു പാറുവിൻ്റെ അനുഗ്രഹമാണ് വാങ്ങിയത്. അതെല്ലാം കാണുന്നുണ്ടെങ്കിലും ശിവയുടെ കണ്ണുകൾ അപ്പോഴും ചുറ്റും അവൻ്റെ സ്ത്രീയെ തെരഞ്ഞുകൊണ്ടിരുന്നു. ഭദ്രയും വിദ്യയുമെല്ലാം ഹാളിൽ തന്നെയുണ്ട്. പക്ഷേ മിത്രയെ മാത്രം കാണാനില്ല. ഇവളിതെവിടെ പോയി? ശിവ നിരാശയോടെ ഓർത്തു. ഏട്ടാ. പെട്ടെന്ന് ഐഷു ശിവയെ വിളിച്ചു. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. അവൻ്റെ അനുഗ്രഹം വാങ്ങാനായി അവന് നേരെ ദക്ഷിണ നീട്ടി നിൽപ്പുണ്ട് ഐഷു. ശിവ അത് വാങ്ങാനായി കൈ നീട്ടി. അയ്യോ വാങ്ങല്ലേ, പെട്ടെന്ന് മിത്ര വിളിച്ചു പറഞ്ഞു. മിത്രയുടെ ശബ്ദം കേട്ടതും ശിവ പെട്ടെന്ന് മുകളിലേക്ക് നോക്കി. അവിടെ തന്നെ നോക്കി ചിരിയോടെ സ്റ്റെയർ ഇറങ്ങി വരുന്ന മിത്രയെ കണ്ട് ശിവയുടെ കണ്ണുകൾ തിളങ്ങി. പർപ്പിൾ കളർ ബ്ലൗസോട് കൂടിയ ഒരു കസവ് ലഹങ്കയാണ് മിത്രയുടെ വേഷം. ശിവ അന്ന് സെലക്ട് ചെയ്ത് കൊടുത്ത അതേ ഡ്രസ്സ്. ആ വേഷത്തിൽ മിത്രയെ എത്ര കണ്ടിട്ടും ശിവയ്ക്ക് മതിയാവുന്നില്ലായിരുന്നു. നല്ല ഭംഗിയിൽ ബ്യൂട്ടീഷ്യൻ അവളെയും ഒരുക്കിയിട്ടുണ്ട്. ശിവ അവളിൽ തന്നെ ദൃഷ്ടി ഊന്നി നിന്നു. ദത്തേട്ടാ. മിത്ര അടുത്തേക്ക് വന്ന് ശിവയുടെ കയ്യിൽ തട്ടിക്കൊണ്ട് വിളിച്ചു. ശിവ ഞെട്ടി. ഞാൻ പറഞ്ഞത് കേട്ടില്ലേ, ഈ ഷർട്ട് ഇടുന്ന്. ഇതല്ലേ കല്യാണത്തിനിടാൻ വാങ്ങിച്ച ഡ്രസ്സ്. നോക്ക്, ഇട്ട ഷർട്ട് വേർത്താകെ മുഷിഞ്ഞു, അവള് പറഞ്ഞു. ശിവ അപ്പോഴാണ് അവളുടെ കയ്യിലേക്ക് നോക്കിയത്. അവനിടാനുള്ള ഷർട്ടുമായി ഓടി വന്നതാണ് പെണ്ണ്. ശിവ ആ ഷർട്ടിലേക്ക് നോക്കി. പർപ്പിൾ കളർ ഷർട്ടാണത്, അവളുടെ ഡ്രസ്സിനോട് ചേരുന്ന കളർ. ശിവ പുഞ്ചിരിയോടെ അത് വാങ്ങി പെട്ടെന്ന് അവനിട്ട് ഷർട്ട് അഴിച്ചു മാറ്റി പുതിയ ഷർട്ട് എടുത്തിട്ട് മിത്രയെ നോക്കി എങ്ങനെ ഉണ്ടെന്ന് പുരികമുയർത്തി. സൂപ്പർ, അവൾ കൈകൊണ്ട് കാണിച്ചു. ശിവ അവളെ നോക്കി കുറുമ്പോടെ മീശ പിരിച്ചു. അതേ, കള്ളമാധവന് പിന്നെ മീശ പിരിക്കാം. ഇപ്പോ ആരെങ്കിലും ആ പെണ്ണിന്റെ കയ്യിൽ നിന്ന് ദക്ഷിണ വാങ്ങി അതിനെ അനുഗ്രഹിക്കുവോ? മിത്രയുടെയും ശിവയുടെയും സംസാരം കേട്ട് ഭദ്ര കുസൃതിയോടെ പറഞ്ഞു. മിത്ര അവളെ നോക്കി ഇളിച്ചു കൊടുത്തു. നിനക്കിത് എന്തോന്നാ കൊച്ച്? ആരുടെ റൊമാൻസ് കണ്ടാലും അവിടെ വരുമല്ലോ കുരിശ്. സാഗർ ഭദ്രയെ ചിറഞ്ഞു നോക്കി. അയ്യടാ, അങ്ങനെ റൊമാൻസിക്കണ്ട, ഒന്ന് പോഹേ, അവൾ പുച്ഛിച്ചു. കർത്താവേ, ഈ എരണം കെട്ടതിനിട്ട് പൊട്ടിക്കാതിരിക്കാൻ എനിക്ക് കൺട്രോൾ തരണേ, അയാൾ മുകളിലേക്ക് നോക്കി പ്രാർത്ഥിച്ചു. അത് കേട്ട് ഭദ്ര വാ പൊത്തി ചിരിച്ചു. അത് കണ്ടപ്പോൾ സാഗറിനും ചിരി വന്നുപോയി. ശിവ വേഗം ഐശുവിന്റെ കയ്യിൽ നിന്നും ദക്ഷിണ വാങ്ങി. അവള് വേഗം അവന്റെ കാലിലേക്ക് വീഴാൻ പോയതും ശിവ പെട്ടെന്ന് അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ച് അവളുടെ നെറ്റിയിൽ ചുംബിച്ചു. ഏട്ടന്റെ അനുഗ്രഹം എന്നും നിനക്ക് ഉണ്ടാവും ഐശു, അവൻ ഇടർച്ചയോടെ പറഞ്ഞു. ഐശു കണ്ണു നിറച്ച് അവന്റെ കവിളിൽ ചുണ്ടമർത്തി. ഐശു അടുത്തതായി മിത്രയുടെ അടുത്തേക്ക് വന്നു നിന്നതും മിത്രയുടെ കണ്ണു മിഴിഞ്ഞു. യോ, എന്റെ കാലൊന്നും തൊടണ്ടാട്ടോ, ഞാൻ നിന്നെക്കാൾ ചെറുതാ, മിത്ര പറഞ്ഞു. അതിനെന്താ, നീ എൻ്റെ ഏട്ടത്തിയല്ലേ, ഐശു ചിരിയോടെ പറഞ്ഞു. എന്നാലും വേണ്ട, എനിക്ക് നാണാ, ഏട്ടത്തി അനുഗ്രഹിച്ചു മോളെ. കുറുമ്പോടെ അതും പറഞ്ഞ് മിത്ര ഐശുവിൻ്റെ തലയിൽ കൈവച്ചു. കണ്ടു നിന്ന് എല്ലാവരും ചിരിച്ചുപോയി. ഐശു വിച്ചുവിൻ്റെയും കാശിയുടെയും അജുവിൻ്റെയും ഗോവിന്ദൻ്റെയും അങ്ങനെ എല്ലാവരുടെയും അനുഗ്രഹം വാങ്ങിച്ചു. അങ്ങനെ അനുഗ്രഹം വാങ്ങലെല്ലാം കഴിഞ്ഞപ്പോഴേക്കും വധുവിന് പോവാനുള്ള കാറെത്തി. ഐശു കാറിന്റെ പുറകിലെ സീറ്റിലായിരുന്നു. അവൾക്ക് പിറകെ കാറിലേക്ക് കയറാൻ ഒരുങ്ങിയ മിത്രയെ പെട്ടെന്ന് ശിവ കയ്യിൽ പിടിച്ചു വലിച്ച് തന്റെ നെഞ്ചിലേക്ക് ഇട്ടു. എന്താ? മിത്ര പതർച്ചയോടെ ചോദിച്ചു. എന്ത്? ഒന്നുമില്ല, അവൻ കുറുമ്പോടെ പറഞ്ഞു. മിത്ര അവനെ നോക്കി ചിരിച്ചു. എന്താടാ റൗഡി? അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. എൻ്റെ പൂക്കരി നല്ല സുന്ദരിയായിട്ടുണ്ട് ഈ വേഷത്തിൽ. നിന്നെ ഇങ്ങനെ കണ്ടിട്ട് എനിക്ക് വേറെ എന്തൊക്കെയോ തോന്നുന്നു, അവൻ അവളുടെ ചെവിയിൽ രഹസ്യം പോലെ പറഞ്ഞു. മിത്രയുടെ മുഖം ചുവന്നു പോയി. അയ്യേ പോ! അവൾ അവൻ്റെ നെഞ്ചിൽ കൈ ചുരുട്ടിയിടിച്ച് അവനിൽ നിന്നും അകന്നു മാറി. ഇപ്പൊ പോവാ, പക്ഷെ രാത്രി എൻ്റെ കയ്യിൽ തന്നെ കിട്ടൂട്ടോ, അവളെ ആകെ മൊത്തം ഒഴിഞ്ഞു നോക്കി വഷളച്ചിരിയോടെ പറഞ്ഞുകൊണ്ട് ശിവ പെട്ടെന്ന് മുന്നോട്ട് നടന്നു. നാണത്തിൽ കുതിർന്ന ചിരിയോടെ മിത്ര അവന് പിറകെയും. തുടരും.